കേസിക്ക് ഒരിക്കലും കേരളത്തിൽ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹമേ ഇല്ല. ഇപ്പം ഞാൻ ചോദിക്കാൻ കാര്യം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ UDF തിളക്കമാർന്ന വിജയമുണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത നേതാക്കളാണോ കോൺഗ്രസിലുള്ളത്? അല്ല, പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് ആ സാധനം കിട്ടില്ല. ഇപ്പൊ ഞാനിരിക്കുന്ന പദവികളിലൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇപ്പൊ ഇന്ന കാര്യം കിട്ടിയേ തീരുന്നുള്ള ആർത്തിയുള്ള ഒരാളല്ല ഞാൻ രാഷ്ട്രീയത്തിൽ. പാർട്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കില്ലേ? താങ്കൾ ആഗ്രഹിക്കുന്ന ഉത്തരം എന്നിൽ നിന്ന് കിട്ടൂല. എന്തൊരു വിരോധാഭാസം നോക്കിയല്ല. ഈ ചോദ്യം കംപ്ലീറ്റ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ വീണ്ടും നിങ്ങൾ ആ ചോദ്യം വീണ്ടും നിങ്ങൾ ആവർത്തിക്കൊണ്ടോ? ഞാൻ അതിന് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടെ മറുപടി പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ കേസ് ഉള്ളു തുറന്നുള്ള മറുപടി പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്ന് കേരളത്തിൽ UDF വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ കയറി പിടിക്കാതെ ഈ ഇന്റർവ്യൂ അതിനു വേണ്ടി മാത്രമാണ്. എന്നെ കൊണ്ട് ഒരാൾ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ അവരിൽ ആരെങ്കിലും ഒരാൾ അല്ലാത്തവരുണ്ടാവും ചിലപ്പോ. ഈ പാനലിൽ മത്സരിക്കുന്നവരെന്താ കഴിവുള്ളവർ ഒരുപാട് പേരില്ല. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യതയില്ലാത്തവരല്ല ബാക്കിയുള്ളവരൊന്നും. സ്വാഭാവികമായിട്ടും അവർ രണ്ടുപേരും വളരെ പ്രാമാണികരായ നേതാക്കളാണ്. ഒരാൾ പ്രതിപക്ഷ നേതാവാണ്, മറ്റൊരാൾ മുൻ പ്രതിപക്ഷ നേതാവാണ്. രണ്ടുപേരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എന്തിനാ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ചോദ്യത്തിന്റെ 15 മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കുന്നത് ഈ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ആ ഒറ്റ ക്വസ്റ്റ്യൻ ആണ് 15 മിനിറ്റ് രാജീവ് ചെലവഴിച്ചത്. ഐ ആം സോ സോറി. നിങ്ങൾ KCയെ പിന്തുണയ്ക്കുന്നതായിട്ടുള്ള കുറെ നേതാക്കൾക്ക് സീറ്റ് കൊടുത്തു എന്നുള്ള ഒരു ആക്ഷേപം ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് അതാ ഞാൻ പറഞ്ഞത്,